സിസേറിയൻ ശേഷം വയർ കുറയ്ക്കാൻ. സിസേറിയൻ ചിലർ ഭയപ്പെടുന്നത് വയർ ചാടുമെന്നുള്ള ഭയം കൊണ്ടുകൂടിയാണ്. സാധാരണഗതിയിൽ വയർ ചാടിയാൽ കുറയാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് പ്രസവശേഷം. അപ്പോൾ സിസേറിയന്റെ കാര്യം പറയേണ്ടതുണ്ടോ? സിസേറിയനെ തുടർന്ന് വയർ ചാടുന്നത് സ്വാഭാവികമാണ്. ഈ വയർ കുറയ്ക്കാൻ അത്ര എളുപ്പമല്ല, എന്നാൽ നടക്കില്ലെന്ന് പറയാനുമാവില്ല. സിസേറിയന് ശേഷം വയർ കുറയ്ക്കാനുള്ള ചില വഴികളെ കുറിച്ചറിയൂ. മുലയൂട്ടുന്നത്. കുഞ്ഞിനെ മുലയൂട്ടുന്നത് വയർ കുറയ്ക്കാനുള്ള ഒരു വഴിയാണ്. ഇത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കും. ആദ്യ 6 മാസം തടി കുറയ്ക്കാൻ ശ്രമിക്കേണ്ടത് പ്രധാനം. കാരണം ഈ സമയത്ത് ശരീരത്തിലെ മസിലുകൾ അയവുള്ളതായിരിക്കും. തടി കുറയ്ക്കാനുള്ള പരിശ്രമങ്ങൾ ഫലം കാണും. എന്നാൽ 6 മാസത്തിനു ശേഷം മസിലുകൾ ഉറയ്ക്കുന്നതുകൊണ്ട് തടി കുറയ്ക്കാൻ ബുദ്ധിമുട്ട് കൂടും. ബെൽറ്റ്. വയറ്റിൽ ധരിക്കുന്ന ബെൽറ്റ് ലഭിക്കും. അല്പം ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും ഇത് ധരിക്കുക. വയറ്റിലെ മസിലുകൾ മുറുകാൻ ഇത് സഹായിക്കും. തുണി. പഴയ കാലത്ത് പ്രസവം കഴിഞ്ഞ് തുണി കൊണ്ട് വയർ മുറുകെ കെട്ടുന്ന ശീലമുണ്ടായിരുന്നു. വയർ ചാടാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഈ രീതി സിസേറിയൻ കഴിഞ്ഞ് 2 മാസത്തിനു ശേഷം പരീക്ഷിക്കാം. യോഗ. വയർ കുറയ്ക്കാനുള്ള പ്രധാന വഴിയാണ് യോഗ ചെയ്യുന്നത്. സിസേറിയൻ മുറിവുകൾ ഉണങ്ങിയ ശേഷം മാത്രം ഇത് ചെയ്യുക. കെഗൽ വ്യായാമങ്ങൾ. കെഗൽ വ്യായാമങ്ങൾ വയർ കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. ഇതും സിസേറിയൻ മുറിവുകൾ ഉണങ്ങിയ ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. വെള്ളം ധാരാളം കുടിക്കുക. ഇത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല, കൊഴുപ്പ് പുറന്തള്ളാനും സഹായിക്കും. മസാജ്. ആയുർവേദത്തിൽ ചില മസാജുകളുണ്ട്. വയർ കുറയാൻ ഇത് സഹായിക്കും. കൊഴുപ്പ് കുറഞ്ഞ ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുത്ത് കഴിക്കുക. ഇതും വളരെ പ്രധാനം. നടക്കുക വയർ കുറയാൻ ചെയ്യാവുന്ന ഏറ്റവും ലഘുവായ വ്യായാമമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അതുപോലെ ഈ അറിവുകൾ പരമാവധി ഷെയർ ചെയ്യുക. കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ആരോഗ്യം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.